അസ്സലാമലൈക്കും, വെൽക്കം ടു ലെജീസ് ഡെലിക്കസീസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സോയ ചങ്ക് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിന് ആദ്യം സോയ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ വലിയ സോയ ആയ കാരണം കൊണ്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടാകുമ്പോൾ പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് സവാളയും പച്ചമുളകും ഇട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ട്രാൻസ്പെറൻ്റ് ആയാൽ മതി കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ, ഗരം മസാല ആവശ്യത്തിന് വേണം എന്നുണ്ടെങ്കിൽ ഇടാം. പിന്നെ ഞാനിവിടെ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉള്ളവർ ഇട്ട് കൊടുക്കുക, ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടില്ല. അതിന് ശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് സോയ ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലയിലേക്ക് നല്ലോണം ഒന്ന് പിടിപ്പിച്ചിട്ട് പിന്നെ അടുത്ത ബാച്ചും കൂടെ ഇടുന്നുണ്ട്. എന്ത് പറ്റി പറഞ്ഞാൽ ഞാൻ എടുത്ത പാന് ചെറുതായിപ്പോയി. അപ്പോൾ ഞാനൊരു ബാച്ച് ഇട്ട് ആദ്യം ഇളക്കിയതിന് ശേഷമാണ് അടുത്ത ബാച്ച് ഇട്ടത്. കുറച്ചൊരു കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ക്യാപ്സിക്കം കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം വിട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എല്ലാം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിവിടെ ഒരു എഗ്ഗ് ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എഗ്ഗൊന്ന് എല്ലാ ഭാഗത്തും മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും എരിവും വേണ്ടിയവർ എക്സ്ട്രാ ഇടണം എന്നുള്ളവർക്ക് ഇടാം. ഞാനതിൽ കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതിൽ മല്ലിയിലയും കൂടി ലാസ്റ്റ് ഇട്ടിട്ട് സെർവ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ചിന് റൈസും ഫിഷ് കറി ഇന്നലത്തെയാണ് കേട്ടോ. വയ്യാത്തതുകൊണ്ട് അധികം കുക്കിംഗ് ഒന്നുമില്ല. പിന്നെ ആ സോയ ചങ്കും കൂടെ നമ്മൾ ഇന്ന് കഴിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിപ്പിക്കണേ.